ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമാരെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ചില നക്ഷത്രക്കാരെ പറ്റിയാണ്. അതായത് ഇവരുടെ ജീവിതത്തിൽ അമ്മ കഴിഞ്ഞല്ലാതെ മറ്റൊരു കാര്യങ്ങൾക്കും അവർക്ക് അമ്മയാണ് അവരുടെ എല്ലാം എന്ന് പറയുന്നത്. അമ്മയുടെ സ്നേഹവും അമ്മയുടെ ആ കരുതലും ഒക്കെ അവരെന്നും എത്ര മുതിർന്നാലും അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില നക്ഷത്രക്കാരെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. അതിൽ ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് നമ്മുടെ അശ്വതി നക്ഷത്രം തന്നെയാണ്. അശ്വതി നക്ഷത്രക്കാരായ സ്ത്രീകളായാലും പുരുഷന്മാരാണെങ്കിലും ഒരുപോലെ അമ്മയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും അതുപോലെ തന്നെ അവരെ കെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം എന്ന് പറയുന്നത്. അവർക്ക് അമ്മയുടെ ഉപദേശത്തിലൂടെ വളരെയധികം അനുഗ്രഹങ്ങളും ഭാഗ്യങ്ങളും ഒക്കെ വന്നു ചേരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരമ്മ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അത് അനുസരിക്കുകയും അതുപോലെ അവർക്ക് അമ്മയാണ് അവരുടെ എല്ലാ ഭാഗ്യങ്ങൾക്കും കാരണമെന്നവർ ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്ന കൂട്ടരാണ് അശ്വതി നക്ഷത്രം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് മകയിരം നക്ഷത്രക്കാർക്കും മാതാവിനെ ജീവന് തുല്യം സ്നേഹിക്കുന്ന നക്ഷത്രക്കാരാണ് അവർ മാതാവിനെ ഒരു തരത്തിലും വിഷമപ്പെടുത്താൻ അവരൊരിക്കലും ആഗ്രഹിക്കത്തില്ല. അവർ ഒരു വാക്കുകൊണ്ടെങ്കിലും അറിയാതെയെങ്കിലും അങ്ങനെ ഒന്ന് പ്രവർത്തിച്ചു പോയാൽ പോലും അവർ ക്ഷമ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് മാതാവ് കഴിഞ്ഞ് അവർക്ക് ജീവിതത്തിൽ എന്ത് തന്നെയായാലും ഉള്ളൂ. അതുപോലെ മാതാവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം എന്ന് പറയുന്നത്. രോഹിണി നക്ഷത്രക്കാരായ സ്ത്രീകളും പുരുഷന്മാരും മാതാവിന് വളരെയധികം, അതായത് അവർ ജനിക്കുന്നതോടെ തന്നെ മാതാവിന് ഐശ്വര്യങ്ങളും ഒക്കെ വന്നു ചേരും. അങ്ങനെ മാതാവിനെ വാർദ്ധക്യകാലത്തിലാണെങ്കിൽ പോലും അവരെ നന്നായി ശുശ്രൂഷിക്കുകയും അവരെ നോക്കുകയും ഒക്കെ ചെയ്യുന്ന പുത്രനായാലും പുത്രിയായാലും രോഹിണി നക്ഷത്രക്കാർ വീട്ടിലുണ്ടോ ആ മക്കൾ ആ മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുന്നതായിരിക്കും. അപ്പം അവരൊരു തരത്തിലും വിഷമിക്കേണ്ട ആവശ്യങ്ങൾ വരുന്നതല്ല. അതുപോലെ തന്നെയാണ് പൂയം നക്ഷത്രം നമ്മുടെ ഗ്രഹത്തിൽ പിറന്നു കഴിഞ്ഞാൽ ആ പിറക്കുന്ന കുഞ്ഞ്, അതായത് മാതാവിനെ അത്രയധികം സ്നേഹിക്കുകയും കരുതലോടെ, അതായത് ആ മാതാവിന് എപ്പോഴും ഒരു പ്രൊട്ടക്ഷനായിരിക്കും ആ പുത്രൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവർക്ക് എന്ത് ഐശ്വര്യങ്ങളുണ്ടെങ്കിലും അവർ മാതാവിൻ്റെ ആ ഒരു പ്രവൃത്തി മൂലമാണ് അവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും വന്നതെന്നുള്ള ഒരു വിശ്വാസം അവരിൽ എപ്പോഴും ഉടലെടുക്കുന്നതാണ്. അതുപോലെ അവരെന്ത് കാര്യം തുടങ്ങുമ്പോഴും മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ മേടിച്ചിട്ടേ തുടങ്ങും. അതിൻ്റേതായ ഭാഗ്യവും ഐശ്വര്യവും അവരെ ജീവിതാവസാനം വരെ പിന്തുടരുന്നതുമായിരിക്കും. അതുപോലെ തന്നെയാണ് ചോതി നക്ഷത്രക്കാരായ സ്ത്രീകളായാലും പുരുഷന്മാരായാലും മാതാവിനെ വളരെയധികം സ്നേഹിക്കുകയും മാതാവിന് ആ കുഞ്ഞ് ജനിക്കുന്നതിലൂടെ മാതാവിന് തന്നെ ഐശ്വര്യങ്ങൾ വന്നു ചേരുന്നതുമായിരിക്കും. അപ്പം ചോതി നക്ഷത്രക്കാരായ കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ടോ ആ മാതാവ് ഒരു തരത്തിലും സാമ്പത്തികമായിട്ടായാലും ഒരു തരത്തിലും വിഷമിക്കേണ്ട ആവശ്യങ്ങൾ വരത്തില്ല. പിന്നീടുള്ള മറ്റൊരു നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാരും മാതാവിനെ അതിയായി സ്നേഹിക്കുകയും അതുപോലെ മാതാവ് എന്ത് പറഞ്ഞാലും അനുസരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നക്ഷത്രമാണ് രേവതി നക്ഷത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ബാക്കി നക്ഷത്രക്കാരും മാതാവിനെ വളരെയധികം സ്നേഹിക്കുന്നവരും ഐശ്വര്യം കൊടുക്കുന്നവരും ഒക്കെ ആണെങ്കിൽ പോലും ഇത്രയും നക്ഷത്രക്കാർക്ക് വളരെയധികം ആ നക്ഷത്രക്കാരുടെ ജനനത്തോടെ മാതാവിന് വളരെ ഭാഗ്യങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ അവർക്ക് ആ കുഞ്ഞുങ്ങൾക്ക് എത്ര വലുതായാലും മാതാവിൻ്റെ കരുതലും സ്നേഹവും അവരെപ്പോഴും ആഗ്രഹിച്ചുകൊണ്ട് അവരുടെ ആ സാമീപ്യം ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കും ഈ പറഞ്ഞ നാളുകാരെല്ലാം. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.